നമസ്കാരം. തമ്പനെയിൽ സൂചിപ്പിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു അറിവാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. എന്താണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. 1956 നവംബർ 1 ഇത് സ്ഥാപിതമാകുന്നത്. തിരുവനന്തപുരം പട്ടത്താണ് ഇതിൻ്റെ ആസ്ഥാന ഓഫീസ് വരുന്നത്. ഏകദേശം 1600ഓളം ജീവനക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് 320 പ്രകാരമുള്ള ഫങ്ഷൻസും ഡ്യൂട്ടീസുമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യലാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതിനവർ എക്സാം കോൾ ചെയ്യും, റിട്ടേൺ ടെസ്റ്റ് നടത്തും, റിസൾട്ട് പബ്ലിഷ് ചെയ്യും, ഫിസിക്കൽ ടെസ്റ്റ് നടത്തും, പ്രാക്ടിക്കൽ ടെസ്റ്റ് നടത്തും, ഇൻ്റർവ്യൂ എന്നീ കാര്യങ്ങളിലൂടെയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഒരു ജീവനക്കാരനെ നിയമിക്കുന്നത്. പ്രധാനമായും 2 തരത്തിലുള്ള സെലക്ഷൻ പ്രോസസ്സുകളാണ് PSCയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സ്റ്റേറ്റ് വൈഡും രണ്ടാമത്തേത് ഡിസ്ട്രിക്ട് വൈസും. സ്റ്റേറ്റ് വൈഡിൽ വരുന്ന സെലക്ഷനെല്ലാം തിരുവനന്തപുരം ഹെഡ് ഓഫീസിലും, കൂടാതെ തന്നെ ഡിസ്ട്രിക്ട് വൈസിലുള്ള സെലക്ഷനെല്ലാം ജില്ലാ കേന്ദ്രത്തിലുള്ള PSC ഓഫീസുകളിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ തമ്പനെയിൽ രണ്ടാമതായി സൂചിപ്പിച്ചിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ഉദ്യോഗാർത്ഥി PSCയിൽ ഈ കടമ്പകളൊക്കെ കടന്ന് എങ്ങനെയാണ് സർക്കാർ ജോലി നേടുന്നത് എന്നതിനെക്കുറിച്ചാണ്. PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷനിൽ നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മളുടെ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻട്രി ചെയ്ത് കഴിഞ്ഞ് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് PSC അപേക്ഷ ക്ഷണിക്കുന്ന തസ്തികകളിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. നമ്മളുടെ യോഗ്യതയുമായി മാച്ച് ചെയ്യുന്ന തസ്തികകളിലേക്ക് നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. PSCയിൽ എങ്ങനെയാണ് ഒഴിവുകൾ ക്രിയേറ്റ് ആയിട്ട് എക്സാമിന് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും റിട്ടയർമെൻറ്റ് ഉണ്ടാവും, പ്രൊമോഷൻ ഉണ്ടാവും, ട്രാൻസ്ഫർ ഉണ്ടാവും, അതേപോലെ തന്നെ ഡെത്ത് ഉണ്ടാവും, പിന്നീട് ചില പുതിയ തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ രീതിയിലൊക്കെ തന്നെ വേക്കൻസികൾ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു KSEB ഓഫീസ്, ആ KSEB ഓഫീസിൽ ഒരു വേക്കൻസി വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും കാരണം കൊണ്ട് അവിടെ ഒരു വേക്കൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ KSEBയുടെ ചീഫ് ഓഫീസിലേക്ക് ആ ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ വരുന്ന മൊത്തത്തിൽ കുറേ ഒഴിവുകൾ വരുമ്പോൾ ആ ചീഫ് ഓഫീസിൽ നിന്നും അതിൻ്റെ ബന്ധപ്പെട്ട ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ PSCക്ക് കത്ത് കൈമാറും. ഇന്ന തസ്തികയിൽ ഇത്ര ഒഴിവ് KSEBയിലുണ്ട്, അപ്പോൾ ഈ ഒഴിവ് നികത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പരീക്ഷാ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് PSCക്ക് കത്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഒഴിവുകളുണ്ടായി തുടർ നടപടിയായിട്ട് PSC എന്ത് ചെയ്യും? ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വിളിക്കും. ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്ത് എക്സാമും കാര്യങ്ങളൊക്കെ നടത്തും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ PSCകളിൽ പല ജോലികൾക്കും പല യോഗ്യതകളാണ്. അതേപോലെ തന്നെ എക്സാമ്പിൾ പോലീസിൻ്റെ കാറ്റഗറിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സും ഫിസിക്കൽ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ടെക്നിക്കൽ ആയിട്ടുള്ള പല യോഗ്യതകളുള്ള ജോലികൾക്കും പ്രാക്ടിക്കൽ ടെസ്റ്റ് കൂടി നമ്മൾ പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ നോർമൽ ക്വാളിഫിക്കേഷൻ വെച്ച് അപേക്ഷിക്കാവുന്ന എക്സാമുകളുണ്ട്. അതേപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യേണ്ട എക്സാമുണ്ട്. കൂടെ തന്നെ ഈ ഫിസിക്കൽ വെച്ചിട്ടുള്ള അറ്റൻഡ് ചെയ്യേണ്ട എക്സാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെയാണ് PSC അപേക്ഷ ക്ഷണിക്കുന്നത്. അപ്പോൾ ഒരു തസ്തികകളിലേക്ക് PSC അപേക്ഷ ക്ഷണിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ PSCയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന്. അപ്പോൾ PSC അപേക്ഷ ക്ഷണിക്കുന്ന അനുസരിച്ച് നമുക്ക് നമ്മളെ പ്രൊഫൈലിൽ നോട്ടിഫിക്കേഷൻ വരും, ഇന്ന ജോലിക്ക് PSC അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് മാച്ച് ചെയ്ത് കഴിഞ്ഞ് നമ്മളെ യോഗ്യതയുമായിട്ട് ആ PSC അപേക്ഷ ക്ഷണിക്കുന്ന ആ ഒരു എക്സാമിന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ കഴിയും. PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് എക്സാമാണ്. അപ്ലൈ ചെയ്ത് കുറച്ച് ടൈം കഴിയുമ്പോൾ നമുക്ക് എക്സാമിനുള്ള ഡേറ്റ് വരും. അപ്പോൾ എക്സാം ഡേറ്റിന് മുന്നേ നമ്മൾ കൺഫർമേഷൻ കൊടുക്കണം. കൺഫർമേഷൻ കൊടുത്തിട്ട് ആണ് നമ്മൾ എക്സാം എഴുതാൻ പറ്റുള്ളൂ.
അത് കഴിഞ്ഞ് എക്സാം എഴുതി കഴിഞ്ഞ് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അത് ഒരു കറക്റ്റ് സമയം എന്നില്ല പി എസ് സിക്ക്. ചിലപ്പോൾ 6 മാസമാകാം, 1 കൊല്ലമാകാം, അതങ്ങനെ നീണ്ടുപോകും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആ പോസ്റ്റ് പോലെ ഇരിക്കും. എക്സാം എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരുന്ന ഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ കട്ട് ഓഫ് മാർക്ക്. പി എസ് സി നമ്മൾ എഴുതിയ എക്സാമിന് 100 മാർക്കിനാണ് എക്സാം ഒബ്ജക്റ്റീവ് എഴുതുന്നത്. അതിനൊരു പെർട്ടിക്കുലർ കട്ട് ഓഫ് മാർക്ക് പി എസ് സി തീരുമാനിക്കും, ഒഴിവുകളുടെ ആനുപാതികമായിട്ട്. അപ്പോൾ ആ കട്ട് ഓഫ് മാർക്കിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥിയാണ് നമ്മളെങ്കിൽ നമ്മൾ പ്രൊഫൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ഇന്ന കാറ്റഗറി നമ്പറുള്ള എക്സാമുമായി ബന്ധപ്പെട്ട്, പരീക്ഷയുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യണമെന്ന ഒരു നിർദ്ദേശം പി എസ് സി ഒരു മെസ്സേജ് രൂപേണ നമ്മൾ പ്രൊഫൈലിലേക്ക് വരും. അപ്പോൾ ഒരു നിശ്ചിത ടൈം പറഞ്ഞിട്ടുണ്ടാവും, ഇത്ര ദിവസത്തിനുള്ളിൽ 10 ദിവസം 15 ദിവസം ഇതിനുള്ളിൽ അപ്ലോഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും നമ്മുടെ പ്രൊഫൈലിൽ ലഭിച്ചിട്ടുണ്ടാവുക. നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള മെസ്സേജിൽ പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ കറക്റ്റ് ശരിയായ രീതിയിൽ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ കഴിഞ്ഞ കോഴ്സ് അതർ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അതർ കൺട്രീസിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൂടി അതിൽ അപ്ലോഡ് ചെയ്യണം, അതിൽ അറ്റാച്ച് ചെയ്യണം, എന്നാലേ അതിന് വാലിഡിറ്റി ഉള്ളൂ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇയർ പോളിടെക്നിക്കൽ ഡിപ്ലോമ ഇപ്പോൾ അതർ സ്റ്റേറ്റിൽ കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിൽ ഡോട്ട് ഉണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, തിരുവനന്തപുരത്താണുള്ളത്. നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കണം. ഇന്ന പി എസ് സി എക്സാമിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന സ്റ്റേറ്റിൽ 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റും എല്ലാം അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എന്നിട്ട് അവരത് ഡോട്ടെന്ന് അതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് അവർ നമുക്കൊരു സർട്ടിഫിക്കറ്റ് ഒരു ലെറ്റർ പാഡിൽ അടിച്ചു തരും. അപ്പോൾ വീണ്ടും പറയുന്നു, ഈ നമ്മളെ യോഗ്യതയുള്ള സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ ഈ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് കൂടി വെച്ചാൽ മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത് നമ്മൾ ഔട്ടായി പോകും. പിന്നെ രണ്ടാമത് പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പി എസ് സിയുടെ ചില എക്സാമുകളിലേക്ക് എക്സ്പീരിയൻസ് ഒരു ഘടകമാണ്. ഒരു പെർട്ടിക്കുലർ യോഗ്യത ഉണ്ടാവും, ആ യോഗ്യതയുടെ കൂടെ തന്നെ ഒരു പെർട്ടിക്കുലർ എക്സ്പീരിയൻസ് കൂടി പറയും. അപ്പോൾ സാധാരണ നമ്മളെല്ലാം എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് നമുക്കറിയാം. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തു, അപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ലെറ്റർ പാഡിൽ ഇന്ന തസ്തികയിൽ ഇന്ന പേര്, ഇന്ന അഡ്രസ്സ്, ഇന്ന ദിവസം മുതൽ ഇന്നത് വരെ ഇന്ന സാലറിയിൽ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ സൈനും കാര്യങ്ങളൊക്കെ വെച്ച് തരുന്ന ഒരു ലെറ്ററാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. പക്ഷേ പി എസ് സിയെ സംബന്ധിച്ച് അതല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. പി എസ് സിയുടെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഫോർമാറ്റിൽ 2 പോർഷനാണ് മെയിനായിട്ടുള്ളത്. ഒന്ന്, ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇതിനൊരു ഫോർമാറ്റ് നമ്മൾ പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്ഥാപനത്തിലാണോ വർക്ക് ചെയ്തത് ആ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ പോയി അവിടുത്തെ ആരാണോ അത് അതിൻ്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് അവിടെ അത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിലെ ഡീറ്റെയിൽസ് ഒന്നും കൂടി അവിടെ റിട്ടേൺ ആയിട്ട് എഴുതിയിട്ട് സീല് വെച്ച് വാങ്ങണം. ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നെ രണ്ടാമത് വരുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുള്ളത് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മുകളിൽ പറഞ്ഞിട്ടുള്ള, അതായത് നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്നും മുകളിൽ പറഞ്ഞിട്ടുള്ള അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് അടിയിൽ കൗണ്ടർ സൈൻ ചെയ്യണം. കൗണ്ടർ സൈൻ ചെയ്യേണ്ടത് ലേബർ ഓഫീസർ ഡെസിഗ്നേഷൻ പവറിലുള്ള ആളാണ് അത് കൗണ്ടർ സൈൻ ചെയ്യേണ്ടത്. അതിൽ തന്നെ വരുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനമാണ് അതേപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനമാണ് എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജില്ലയിലെ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ നമുക്ക് അറ്റസ്റ്റ് ചെയ്താൽ മതിയാവും. അതല്ലാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സെൻട്രൽ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന സ്ഥാപനങ്ങളാണ് നമുക്ക് ട്രെയിനിങ് കിട്ടിയത്, നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനം ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൗണ്ടർ സൈൻ ചെയ്ത് തരേണ്ടത്
മിനിസ്ട്രി ഓഫ് സെൻട്രൽ ലേബർ കമ്മീഷണർ ഓഫീസിൽ നിന്ന് അവിടുത്തെ ചീഫാണ് ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തരേണ്ടത്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യമല്ല, വളരെ പ്രശ്നം പിടിച്ച സൈൻ ചെയ്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഡോക്യുമെൻ്റ് അപ്ലോഡുമായി ബന്ധപ്പെട്ട് നമ്മൾ അതർ സ്റ്റേറ്റിലും അതർ കൺട്രീസിലും ആണെന്നുണ്ടെങ്കിൽ അത് ഈ രീതിയിലുള്ള ഈക്വലൻസി വെക്കണം. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടതിനാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് വെക്കണം. കൂടാതെ തന്നെ പിന്നെ അതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മളെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC നോൺ ക്രീമി ലെയർ, ആ രീതിയിലുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതൊന്നും പിന്നെ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരുന്ന കാര്യങ്ങളില്ല. അപ്പോൾ ഇതെല്ലാം PSC പറയുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ അപ്ലോഡ് ചെയ്ത ശേഷം പിന്നെ ഒരു കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ, ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ, മാസങ്ങളെടുക്കാം വർഷങ്ങളെടുക്കാം. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, PSCയുടെ കാര്യം അങ്ങനെയാണ്. ഒരിക്കലും ഒരു കറക്റ്റ് ഒന്നുമില്ല, ഡിപ്പെൻഡ്സ് അപ്പോൺ അതൊരു ഇതുപോലെ ഇരിക്കും, പോസ്റ്റ് പോലെ ഇരിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് കുറേ ആളുകൾക്കെല്ലാം അപ്ലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടാവും, ഇന്ന കട്ട് ഓഫ് മാർക്കിലുള്ള ആളുകൾക്ക്. അപ്പോൾ അവരത് എല്ലാം പരിശോധിച്ച് കൊടുത്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം ജെന്യുവിനാണ്, എല്ലാം PSC പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണെന്നുണ്ടെങ്കിൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. പക്ഷെ അതിൽ വരുന്ന രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരത്തെ ഒരു കട്ട് ഓഫ് മാർക്ക് വന്നിട്ടാണ് ഇന്ന പർട്ടിക്കുലർ ഉദ്യോഗാർത്ഥികളെ ആ ഒരു കട്ട് ഓഫ് മാർക്ക് വന്നത് കൊണ്ടാണ് അവരെ ഈ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ അവർ ഫൈനൽ സെലക്ഷൻ്റെ സമയത്ത് അവർ വേക്കൻസിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ആ കട്ട് ഓഫ് മാർക്ക് കുറച്ചും കൂടി കൂട്ടും. എക്സാമ്പിൾ, ഇപ്പോൾ 50 മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വെച്ചിട്ടാണ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ അവർ ചിലപ്പോൾ ഫൈനൽ പ്രോസസ്സിങ്ങിൽ അത് ചിലപ്പോൾ 65 ആക്കും. അപ്പോൾ വീണ്ടും ഈ 65 താഴെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത ആൾക്കാർക്ക് അതിനുള്ളിൽ നമുക്ക് ആ പ്രോസസ്സിങ്ങിൽ കിടക്കാൻ കഴിയില്ല, അപ്പോൾ എക്സിറ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നതാണ് ഷോർട്ട് ലിസ്റ്റ്. ഷോർട്ട് ലിസ്റ്റിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ ജെന്യുവനായി PSC പറയുന്ന രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് PSC റിവൈസ് ചെയ്ത കട്ട് ഓഫ് മാർക്ക് ചില സമയത്ത് അത് വരുള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ കട്ട് ഓഫ് മാർക്ക് പോലെ തന്നെ ആയിരിക്കും. അതൊക്കെ ഡിപ്പെൻഡ്സ് അപ്പോൺ PSCയുടെ വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് വരുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പ്ലസ് ഇൻ്റർവ്യൂ. ഇതാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഇതിൽ ഫിസിക്കൽ മെഷർമെൻറ്റ് വേണ്ട തസ്തികകളാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുണ്ടാവും. വേറൊരു ടെസ്റ്റ് കൂടി എക്സ്ട്രാ ഉണ്ടാവും. പിന്നെ പ്രാക്ടിക്കൽ നോളജ് ചെക്ക് ചെയ്യേണ്ട രീതിയിലുള്ള പിന്നെ തസ്തികകളാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള ഒരു ടെസ്റ്റും കൂടി എക്സ്ട്രാ അവർക്കുണ്ടാവും. ഇതൊന്നും ഇല്ലാത്ത കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അടുത്ത് വന്നിട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പ്ലസ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിനൊരു വെന്യൂ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത ഡേറ്റൊക്കെ നമുക്ക് എല്ലാം പ്രൊഫൈൽ മെസ്സേജ് മുഖേന നമുക്ക് എത്തിക്കൊണ്ടിരിക്കും. മെയിലും മെസ്സേജായിട്ട് നമ്മൾ പ്രൊഫൈൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ആ കറക്റ്റ് സമയത്ത് പോയി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം ജെന്യൂൻ അല്ലേ, അതിൻ്റെ ജെന്യൂനിറ്റി അതൊക്കെ കറക്റ്റ് അല്ലേ, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്രോസസ്സിങ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമ്മൾ എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത് നമ്മൾ ഇൻ്റർവ്യൂവിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ഇൻ്റർവ്യൂവിലേക്ക് പ്രവേശിക്കുമ്പോൾ ബോർഡിൽ 2, 3, 4 അതൊക്കെ ഓരോ ഇതുപോലെ ഇരിക്കും, ആൾക്കാരുണ്ടാവും ഇൻ്റർവ്യൂവിന്. അപ്പോൾ ഇൻ്റർവ്യൂ കഴിയും. ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ ശേഷം അതിൽ യോഗ്യതയുള്ള ആൾക്കാരുടെ എല്ലാ മാർക്കും കൂടി ആഡ് ചെയ്ത ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് എന്നൊരു സംഭവം PSC പ്രസിദ്ധീകരിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ ശേഷം പിന്നെ അതിൻ്റെ നിയമനങ്ങളെല്ലാം വരുന്നത് ജനറൽ കാറ്റഗറിക്ക് ഇന്ന രീതിയിലുള്ള ഓരോ റിസർവേഷൻ ഉണ്ട് PSCക്ക്. OBC ഇത്ര, ആ രീതിയിലൊരു റിസർവേഷൻ ചാർട്ട് വെച്ചിട്ടാണ് നിയമനങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് PSC നമുക്ക് അയക്കുന്നത് മെസ്സേജ് വഴി വരും, പ്രൊഫൈൽ വരും, നമ്മൾ വീട്ടിലേക്ക് ലെറ്റർ വഴി വരുന്നതാണ്. പിന്നെ അഡ്വൈസ് മെമ്മോ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അഡ്വൈസ് മെമ്മോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന ടെസ്റ്റ് ഇന്ന യോഗ്യതയുള്ള ഇത് വെച്ച് നമ്മൾ ക്ലിയർ ചെയ്തു, നമുക്ക് ഇന്ന ജോലി
ലഭിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട്. അപ്പോൾ നമുക്ക് ജോലിയുടെ നമ്മൾ അടുത്ത് കഴിഞ്ഞു ജോലിയിലേക്ക്. അപ്പോൾ ഈ PSC അഡ്വൈസ് മെമ്മോ അയക്കുമ്പോൾ നമുക്ക് ഒരു കോപ്പി അയക്കുമ്പോൾ PSC ഒരു കോപ്പി തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ KSEB AE പോസ്റ്റ് ആണെങ്കിൽ, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ PSC നമുക്ക് ഒരു അഡ്വൈസ് മെമ്മോ അയക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഒരു കോപ്പി ബന്ധപ്പെട്ട KSEB ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അതിൻ്റെ ചീഫ് ഓഫീസിലേക്ക് അയക്കും. അയച്ചു കഴിഞ്ഞ ശേഷം ആ ചീഫ് ഓഫീസിൽ നിന്നാണ് അവർ നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ, അതായത് ഇന്ന കാറ്റഗറിയിൽ പിന്നെ ഇന്ന ഡെസിഗ്നേഷനിൽ ഇത്ര സാലറിയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പോസ്റ്റ് നിയമിച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇന്ന സമയത്ത് വന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെറ്ററാണ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ. അപ്പോൾ ഓർക്കുക, ആദ്യം അഡ്വൈസ് മെമ്മോ ക്രിയേറ്റ് ആവുന്ന PSC അഡ്വൈസ് മെമ്മോ 2 എണ്ണം ഉണ്ടാവുക. ഒന്ന് നമുക്ക് അയക്കും, ഒന്ന് നേരെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കും. അവിടെ നിന്ന് അവരാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയ ശേഷം, ഞാൻ എക്സാമ്പിൾ KSEB പറഞ്ഞു. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടിയ ശേഷം അപ്പോൾ നമ്മളെ കയ്യിൽ 2 ഡോക്യുമെൻറ്റ്സ് ഉള്ളത്, ഒന്ന് അഡ്വൈസ് മെമ്മോ, അതേപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ. ഈ 2 ലെറ്ററും വെച്ച് എവിടെയാണോ നമ്മളോട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന സമയത്ത് ഹാജരാവണം, ഇന്ന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 ഡോക്യുമെൻറ്റും വെച്ച് നമ്മൾ ആ ബന്ധപ്പെട്ട ഓഫീസിൽ പോയി അവിടുത്തെ രജിസ്റ്ററിൽ, വീണ്ടും പറയുന്നു, ആ ബന്ധപ്പെട്ട ഓഫീസിൽ പോയി അവിടുത്തെ രജിസ്റ്ററിൽ എപ്പോൾ ഒപ്പുവെക്കുന്നോ അന്ന് മുതൽ, ആ നിമിഷം മുതലേ നമ്മൾ ഒരു സർക്കാർ ജോലിക്കാരനാകുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും സ്റ്റെപ്പുകൾ ഇതിൽ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്രയും സ്റ്റെപ്പുകൾ, ഇത്രയും കടമ്പകൾ കടന്നിട്ടാണ് ഒരു ഉദ്യോഗാർത്ഥി സർക്കാർ ജോലിക്കാരനാവുന്നത്. അപ്പോൾ വളരെ നിസ്സാരമായ കാര്യമൊന്നുമല്ല ഇത്. ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ഒഴുക്കിന് പറഞ്ഞു. പക്ഷേ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റിന് 3 വർഷമാണ് വാലിഡിറ്റി. അപ്പോൾ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന സമയത്ത് അതിൽ ഭൂരിപക്ഷം ആളുകൾക്കും ജോലി കിട്ടുകയും ബാക്കിയുള്ള വേക്കൻസികൾ ഈ 3 വർഷം നമുക്കതിന് വാലിഡിറ്റി ഉണ്ട് ആ ഒരു ലിസ്റ്റിന്. അപ്പോൾ ആ 3 വർഷത്തിനുള്ളിൽ വരുന്ന വേക്കൻസിയിലേയും കൂടി ഈ ലിസ്റ്റിലുള്ള ആളുകൾ ഫില്ലായിട്ട് അങ്ങനെ എല്ലാവർക്കും ഏകദേശം ജോലി കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടവർക്ക് എന്താണ് PSCയിലെ റിക്രൂട്ട്മെൻറ്റ്, എങ്ങനെയാണ് PSCയുടെ ഒരാൾക്ക് ജോലി കിട്ടുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ലഭിച്ചു എന്ന് തന്നെ വിചാരിക്കുന്നു. കൂടാതെ PSC പരീക്ഷ എഴുതുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നും കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പങ്കുവച്ചിട്ടുള്ളത്. ഇതിലെന്തെങ്കിലും തിരുത്തുകളോ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തണം. മമ്മുക നരസിംഹത്തിൽ പറഞ്ഞ പോലെ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറ നീക്കി പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മുടി വയ്ക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്ത് അത് പുറത്തു വരിക തന്നെ ചെയ്യും. റാങ്ക് ലിസ്റ്റിൽ യോഗ്യതയുള്ള എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഓഫ്.